പ്രൈസ് ലോർഡ്. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൻ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. ഇന്ന് നമുക്ക് ദൈവവചന ചിന്തയ്ക്കായിട്ട് 119 സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ അവിടെ ഇപ്രകാരം പറയുന്നു: യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. 3 വാക്യം പറയുന്നു: അവർ നീതികേട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നു. ആരാണ് ഭാഗ്യവാൻ? വചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നടക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാത്തവനാണ് ഭാഗ്യവാന്മാർ. സ്വന്തം ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ സാന്നിധ്യവും വിട്ടുമാറിപ്പോകരുത്. ദൈവഹിതമല്ലാത്ത സ്വന്തം ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവ സാന്നിധ്യം വിട്ടുമാറിപ്പോകരുത്. ഈ ഭൂമിയിൽ കുറച്ച് കാര്യങ്ങൾ നേടുവാൻ വേണ്ടി, ലൗകികമായ കുറച്ച് കാര്യങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി ദൈവ സാന്നിധ്യം വിട്ടുപോയി സമ്പാദിക്കാൻ ശ്രമിക്കരുത്. ദൈവ സാന്നിധ്യത്തോടൊപ്പം ചെയ്യുക. ദൈവ സാന്നിധ്യമില്ലാതെ നേടി എന്ന് പറഞ്ഞാലും അത് താൽക്കാലിക സന്തോഷമേ തരത്തുള്ളൂ. എന്നാൽ ദൈവ സാന്നിധ്യത്തോട് കൂടി നേടിയാൽ അത് തലമുറകളിലേക്ക് കൈമാറും. ദൈവ സാന്നിധ്യമില്ലാതെ ചെയ്യുന്നത് അത് തലമുറകളിലേക്ക് എത്തത്തില്ല. നാം വായിച്ച വചനം പറയുന്നു, നടപ്പിൽ നിഷ്കളങ്കരാകുക. 2 വാക്യം പറയുന്നു, അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പം ജീവിതത്തിൽ നടപ്പിൽ നിഷ്കളങ്കരാകുക, ജോലി സ്ഥാപനത്തിൽ നിഷ്കളങ്കരാകുക, ജോലി ചെയ്യുന്നിടത്ത് നിഷ്കളങ്കരാകുക, ജീവിതത്തിൽ നിഷ്കളങ്കരാകുക. ദൈവ സാന്നിധ്യം വിട്ട് മാറിപ്പോകരുത്. അവൻ്റെ സാക്ഷ്യങ്ങൾ, ദൈവം എന്നെ കാണുന്നുണ്ട്, എന്നെ ഭൂമിയിലേക്ക് അയച്ച ദൈവം എന്നെ കാണുന്നുണ്ട്, എൻ്റെ നടപ്പ് അവൻ അറിയുന്നുണ്ട്, എൻ്റെ സംസാരം അവൻ അറിയുന്നുണ്ട് എന്നുള്ള ചിന്തയിൽ ഈ ഭൂമിയിൽ നടന്നാൽ, ആ ഒരു ജീവിതം അത് ദൈവം ഭൂമിയിൽ വാഴുന്ന അവസ്ഥയാണ്. ദൈവം നമ്മളിലൂടെ വാഴുന്ന അവസ്ഥയാണ്. ദൈവം നമ്മളിലൂടെ രാജാവായിട്ട് വാഴുന്ന അവസ്ഥയാണ്. നമ്മുടെ ജീവിതം അത് ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ചാൽ അത് സ്വർഗം സന്തോഷിക്കുന്ന നിമിഷമാണ്. ഹല്ലേലൂയ. ദൈവവചനം വിട്ട് ഓടുന്നവരല്ല ഭാഗ്യവാന്മാർ, വചനം ജഡമായി ഭൂമിയിൽ ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ഭാഗ്യവാന്മാർ. 1 സങ്കീർത്തനം പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കുന്നവരല്ല ഭാഗ്യവാന്മാർ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. ദൈവവചനത്തിൽ സന്തോഷിക്കുന്നവർ, ദൈവവചനത്തിൽ വേരൂന്നി വളരുന്നവർ, ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടവർ, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവർ, അങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാർ. അവർ, വചനം പറയുന്നു, അവർ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ദൈവ സാന്നിധ്യത്തോടൊപ്പം ജോലി ചെയ്യുക, ദൈവ സാന്നിധ്യത്തോടൊപ്പം ബിസിനസ് ചെയ്യുക, ദൈവ സാന്നിധ്യത്തോടൊപ്പം കുടുംബജീവിതം നയിക്കുക, ദൈവ സാന്നിധ്യത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുക. അങ്ങനെ ഉള്ളവർ തഴച്ചു വളരും. ദൈവ സാന്നിധ്യമില്ലാതെ ബിസിനസ് ചെയ്താൽ അത് തകർച്ചയിൽ പോകും. ദൈവ സാന്നിധ്യമില്ലാതെ ജോലി ചെയ്താൽ അതിൻ്റെ അകത്ത് സക്സസ് ഉണ്ടാകത്തില്ല. ദൈവ സാന്നിധ്യമില്ലാതെ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ അവർ സക്സസ് ആകത്തില്ല. ദൈവ സാന്നിധ്യത്തിൽ, ദൈവവചനത്തിൽ അവരെ വളർത്തുക. അവർ കാറ്റത്ത് പോകത്തില്ല, അവർ തഴച്ചു വളരും. അവർ ഈ ഭൂമിയിൽ ദൈവഹിതപ്രകാരം തഴച്ചു വളരും. അവർ ഈ ഭൂമിയിൽ ഭാഗ്യവാന്മാരായിത്തീരും. ദൈവ സാന്നിധ്യത്തിലാണെങ്കിൽ, ദൈവ സാന്നിധ്യത്തിൽ അവരെ കൈകാര്യം ചെയ്യുക. ദൈവ സാന്നിധ്യം തലമുറകളിലേക്ക് ഇട്ടുകൊടുക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ തലമുറകളിലേക്ക് പരിശുദ്ധാത്മാവിനെ കൈമാറുക. പരിശുദ്ധാത്മാവിൻ്റെ ചലനം തലമുറകളിലേക്ക് കൈമാറുക. പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ നടക്കുവാൻ
തലമുറകളെ പരിശീലിപ്പിക്കുക. അങ്ങനെയുള്ളവർ തഴച്ചു വളരും. അങ്ങനെയുള്ളവർ ഭൂമിയിൽ വാഴും. അവർ ഒരു കാറ്റിൽ അവർ പറന്നു പോകത്തില്ല. അല്ലാതെ ദൈവസാന്നിധ്യം വിട്ട് ദൈവസാന്നിധ്യമില്ലാതെ നടക്കുന്നവർ പെട്ടെന്ന് വളരുന്നതായിട്ട് തോന്നും. എന്നാൽ ഒരു കാറ്റടിക്കുമ്പോൾ അവർ വീണു പോകും. അവർ നിലനിൽക്കത്തില്ല. പ്രിയമുള്ളവരെ, പാറിപ്പോകുന്നവരുടെ കൂട്ടത്തിലല്ല, തഴച്ചു വളർന്ന് ക്രിസ്തുവിൽ വേരൂന്നി ക്രിസ്തുവിൽ നടക്കുക. ദൈവത്തിൻ്റെ ശബ്ദത്തിൽ, ദൈവ സാന്നിധ്യത്തിൽ നിന്നും, ദൈവത്തിൻ്റെ ആലോചനയിൽ നിന്നും വിട്ടുമാറാതെ നടന്നാൽ അവർ ഉയർച്ച തന്നെ പ്രാപിക്കും. യോനാ പ്രവാചകൻ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് മാറി സ്റ്റെപ്പ് ചെയ്തപ്പോൾ, ആ വചനം പറയുന്നു, ആ 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ ആ പ്രവാചകൻ സമുദ്രത്തിൽ കപ്പലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ പോയി പാർക്കേണ്ടതായിട്ട് വന്നു. ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ആലോചനയിൽ നിന്ന് മാറിപ്പോയാൽ ഏറ്റവും അടിത്തട്ടിൽ പോയി പാർക്കേണ്ട അവസ്ഥ വരും. ഏറ്റവും താഴെ പോകും. എല്ലാവരേക്കാളും ഏറ്റവും അടിത്തട്ടിൽ പോകും. എന്ന ദൈവ സാന്നിധ്യത്തിൽ നിന്നാൽ തഴച്ചു വളരും, ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഇന്ന് വചനം കേട്ട പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവസാന്നിധ്യത്തിലും ദൈവവചനത്തിലും വേരൂന്നി നിൽക്കുക. പരിശുദ്ധാത്മാവ് അതിന് സഹായിക്കട്ടെ. ദുഷ്ടൻ്റെ ആലോചന പ്രകാരമല്ല, ദൈവത്തിൻ്റെ ആലോചന. ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ ആലോചന എന്താണെന്ന് തിരിച്ചറിയുക. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനം, യേശുവിൻ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ ജീവിതത്തിൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാകട്ടെ. ദൈവഹിതപ്രകാരമാണ് നടക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നടക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് നടക്കുന്നവരാകട്ടെ. സ്വന്തം താല്പര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉയർച്ച പ്രാപിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ദൈവഹിതപ്രകാരം നടക്കുന്നവരായി, ദൈവഹിതപ്രകാരം വാഴുന്നവരായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ ബ്ലെസ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.